അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ജീനോ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ജീനോ ടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എഴുതുക, ഇതിൻ്റെ സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എഴുതുക. മെൻ്റൽ ആദ്യം ചെയ്ത എന്താണ്? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് അങ്ങ് അസ്യൂം ചെയ്യാണ് ക്യാപിറ്റൽ ടി ആണെന്ന്, സ്മോൾ ടി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. കാരണം അത് ട്രൂ ബ്രീഡിംഗ് ലൈൻ ആണല്ലേ. എന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റൽ സെലക്ട് ചെയ്തതെല്ലാം കുറേ വർഷങ്ങളായിട്ട് ടോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നവരും കുറേ വർഷങ്ങളായിട്ട് ഡ്വാർഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ് അവർ ഹോമോജിനസ് ആയിട്ടുള്ള, ഹോമോസൈഗസ് ആയിട്ടുള്ള ടോളും ഹോമോസൈഗസ് ആയിട്ടുള്ള ഡ്വാർഫുമാണ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗ്യാമീറ്റ് ഒരു ക്യാപിറ്റൽ ടി, ഒരു സ്മോൾ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഗ്യാമീറ്റ് കിട്ടി. അപ്പോൾ ഈ ഗ്യാമീറ്റ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇത് ഫ്യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ടി, സ്മോൾ ടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ F1 ജനറേഷൻ. ഓക്കെ, F1 ജെൻ. ഓക്കെ, ഇനി എന്താ നമ്മുടെ മെൻ്റൽ ചെയ്തത്? ഈ ഇപ്പം കിട്ടിയ F1 ജനറേഷനെ സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്, അതുവരെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഇവിടെ എന്തുകൊണ്ട് ടോൾ പ്ലാന്റ് ആയി, എല്ലാ പ്ലാന്റ്സും ടോൾ ആയതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ് നമുക്ക് കിട്ടിയത്. ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഡോമിനൻ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഹൈറ്റിൽ ഡോമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ടോളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്ലാന്റും ടോളായിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ നടത്തുന്നു. സെൽഫ് പോളിനേഷൻ നടത്തുന്നു പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഉള്ളൊരു പ്ലാന്റിനെ കൊണ്ട് സെയിം പ്ലാന്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഓരോ നമ്മുടെ ടോൾ ഈ പറയുന്ന ജീനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്യാമീറ്റ്സുകൾ. ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം അല്ലേ? ആർക്ക് വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആയിട്ട് ഫ്യൂസ് ചെയ്യാം, അങ്ങനെ ഒരു സൈഗോട്ട് ഉണ്ടാകാം. ഇനി ഈ പറയുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആയിട്ട് ഫ്യൂസ് ചെയ്യാം, അങ്ങനെ ഒരു സൈഗോട്ട് നമുക്ക് കിട്ടാം. ഇതല്ലാതെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും തമ്മിൽ ഫ്യൂസ് ചെയ്യാം, അങ്ങനെ ഒരു സൈഗോട്ട് കിട്ടാം. ഇതല്ലാതെ സ്മോൾ ടിയും തമ്മിൽ ഫ്യൂസ് ചെയ്യാം, അങ്ങനെയും നമുക്കൊരു സൈഗോട്ട് കിട്ടാം. ഇതിൽ ഏത് വേണമെങ്കിലും നടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നടന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ടോൾ പ്ലാന്റ് ആണ്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന ടോൾ പ്ലാന്റ് ആണ്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന ടോൾ പ്ലാന്റ് ആണ്. സ്മോൾ ടി എന്ന് പറയുന്നത് ഒരു ഡ്വാർഫ് പ്ലാന്റ് ആണല്ലോ. ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എതിര് പറയാനുണ്ടോ? ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ F2 ജനറേഷൻ. ഇതാണ് നമ്മുടെ F2 ജനറേഷൻ.